ഹായ് ഹലോ ഏവരെയും അഡ 24/7 തൊഴിലവസരങ്ങൾ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിലും ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുമായ കേരള PSCയുടെ തന്നെ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ തമിഴ്നാട്ടിൽ കണ്ടു കാണും, നമ്മുടെ ജയിൽ വകുപ്പിലെ എന്താണ് നമുക്കൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഏകദേശം 1 ലക്ഷത്തിന് മുകളിൽ സാലറി നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു പോസ്റ്റ് തന്നെയാണ്. അപ്പോൾ ആ ഒരു പോസ്റ്റിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ്, നമ്മൾ അതിന് എലിജിബിൾ ആണോ, നമുക്ക് ഏജ് ലിമിറ്റ് ആണോ, അതായത് നമ്മുടെ ഏജ് ലിമിറ്റ് അതിന് ഒക്കുന്നതാണോ, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. കേരള PSCയുടെ നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ PSCയുടെ നമ്മുടെ ഒക്ടോബർ 30 വന്നു കഴിഞ്ഞിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ കൂട്ടത്തിൽ ഇതുണ്ട്. ഇത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ 4 കേട്ടോ. പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസിലെ വെൽഫെയർ ഓഫീസർ ഗ്രേഡ് 2 എന്നാണ് ഈ ഒരു പോസ്റ്റിൻ്റെ പേര്. അപ്പോൾ ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് തന്നെ 55,200 ആണ് വരുന്നത് കേട്ടോ. 55,200 ആണ്. ഏകദേശം 1,15,300 രൂപ വരെയും നമുക്ക് സാലറി കിട്ടാവുന്ന ഒരു പോസ്റ്റാണ് ഈ വെൽഫെയർ ഓഫീസർ ഗ്രേഡ് 2 എന്ന് പറയുന്നത്. നിലവിൽ ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ്. അപ്പോൾ വേക്കൻസി നമുക്ക് എന്ത് ചെയ്യാം, ഇൻക്രീസ് ആവാം കേട്ടോ. അപ്പോൾ നോക്കിക്കുക, പ്രിസൺ ആൻഡ് കറക്ഷണൽ സർവീസിലെ വെൽഫെയർ ഓഫീസർ ഗ്രേഡ് 2 എന്നുള്ള പോസ്റ്റാണ്. 374/2024 കേരള PSCയുടെ നോട്ടിഫിക്കേഷൻ. ഓക്കെ, ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 4/12/2024. ഇനി ഇതിൻ്റെ എലിജിബിലിറ്റിയിലോട്ട് നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റാണ് നടക്കുന്നത്. അപ്പോൾ PSCയുടെ ഓൺ ടൈം രജിസ്ട്രേഷൻ നമ്മുടെ തുളസി പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആൾക്കാർക്കാണ് ഇത് അപേക്ഷിക്കാൻ പറ്റുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രൊഫൈൽ വഴി ലോഗിൻ ചെയ്ത് നോക്കുക, നമ്മൾ എലിജിബിൾ ആണോ നോക്കുക. എലിജിബിലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് നോക്കാം. 18 to 36 വയസ്സ് വരെയുള്ള കാൻഡിഡേറ്റ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഏജ് ലിമിറ്റ് 18 to 36 ആണ്. ഇനി എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനിലേക്ക് വരുമ്പോൾ ഡിഗ്രി ഇൻ സോഷ്യൽ വർക്ക് ഓഫ് എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. അപ്പോൾ ഡിഗ്രി ഇൻ സോഷ്യൽ വർക്ക് അതല്ല എന്നുണ്ടെങ്കിൽ ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ വിത്ത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ സോഷ്യൽ വർക്ക്, അതുമല്ല എന്നുണ്ടെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ സോഷ്യൽ വർക്ക് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ആൻഡ് എബിലിറ്റി ടു റീഡ് ആൻഡ് റൈറ്റ് മലയാളം. ഓക്കെ, അപ്പോൾ സോഷ്യൽ വർക്ക് ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർക്ക് ഒന്നുകിൽ ഡിഗ്രി ഇൻ സോഷ്യൽ വർക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിഗ്രിയും സോഷ്യൽ വർക്കിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ള ആൾക്കാർ, അതല്ലാന്നുണ്ടെങ്കിൽ സോഷ്യൽ വർക്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ള ആൾക്കാർ കേട്ടോ. അപ്പോൾ സോഷ്യൽ വർക്ക് ഡിഗ്രിക്കും പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിലും പഠിച്ചിട്ടുള്ള ആൾക്കാർക്കായിരിക്കും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അത് മാത്രമല്ല, എൻ്റെ കൂട്ടത്തിൽ എബിലിറ്റി ടു റീഡ് ആൻഡ് റൈറ്റ് മലയാളം അറിയാവുന്ന ആൾക്കാർക്കാണ് ഇത് കൂടുതൽ പ്രിഫറൻസ് നൽകുന്നത് കേട്ടോ. അപ്പോൾ ആ ക്വാളിഫിക്കേഷൻ നോക്കുക. നിങ്ങൾ സോഷ്യൽ വർക്ക് ഒരു ഡിഗ്രി അല്ലെങ്കിൽ PG ഹോൾഡർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 18 to 36 ആണ് നമ്മുടെ ഏജ് ലിമിറ്റ്. മലയാളം നമുക്ക് സ്വയമായിട്ട് എഴുതാനും വായിക്കാനും അറിയായിരിക്കും. അപ്പോൾ പ്രത്യേകിച്ച് ഇതിൻ്റെ ആവശ്യമില്ല. ഇനി ഇതിൻ്റെ ഒരു ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസും കൂടെ നമുക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ BA സോഷ്യൽ വർക്കാണ് ക്വാളിഫിക്കേഷൻ, റൂൾ അനുസരിച്ച് ക്വാളിഫിക്കേഷൻ പറയുന്നത്. അതിന് ഇക്വലൻ്റ് ആയിട്ട് പറയുന്നത് MSW മെഡിക്കൽ ആൻഡ് ഫിസിയാട്രിക് സോഷ്യൽ വർക്ക്, അതുപോലെ MSW കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ്, അതല്ലെങ്കിൽ MSW റൂറൽ ആൻഡ് അർബൻ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഈ MSW ക്വാളിഫിക്കേഷനും അതിനകത്ത് ഓക്കെയാണ്. അല്ലെങ്കിൽ MA സോഷ്യൽ വർക്ക് അതിന് ഇക്വലൻ്റ് ആയിട്ട് വരുന്നത് MSW പേഴ്സണൽ മാനേജ്മെൻറ്റ് എന്നുള്ള ആ ഒരു ക്വാളിഫിക്കേഷനും അതിൻ്റെ ഇക്വലൻറ്റ് ക്വാളിഫിക്കേഷനായിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്വാളിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉണ്ടോ, അത് ഓക്കെ ആണോ എന്നുള്ള കാര്യം നോക്കുക. ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യുക, പരീക്ഷ ചെയ്ത് കേട്ടോ. അപ്പോൾ വേക്കൻസിയുടെ കാര്യം നോക്കിയിരിക്കരുത്. അപ്ലൈ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യണം. കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു പോസ്റ്റാണ്, അത്യാവശ്യം നല്ല സാലറി സ്കെയിലൊക്കെ വരുന്ന നല്ലൊരു പോസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതേപോലുള്ള ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സും നോട്ടിഫിക്കേഷനൊക്കെ ആയിട്ട് നിങ്ങൾ എന്തായാലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഒത്തിരി നോട്ടിഫിക്കേഷൻ നമുക്ക് വരുന്നത് നമ്മൾ അറിയാതെ പോകുന്നത്, നമ്മളെല്ലാം പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ മാത്രമേ നോക്കുള്ളൂ. PSC അല്ലെങ്കിൽ SSC റെയിൽവേക്ക് മാത്രമേ നോക്കത്തുള്ളൂ. അത് മാത്രമല്ല, ഒത്തിരി നോട്ടിഫിക്കേഷൻസ്, ഒത്തിരി തൊഴിലവസരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട്, നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന തൊഴിലവസരങ്ങൾ. അപ്പോൾ അതും കൂടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, നമുക്കത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക. അതിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എന്തായാലും ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ശിശുദിനം പ്രമാണിച്ച് നമുക്കൊരു ഓഫറുണ്ട്. ഡബിൾ വാലിഡിറ്റിയും അതുപോലെ ഏറ്റവും കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്ക് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾ മൾട്ടിപ്പിൾ എക്സാംസ് ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, PSCയുടെ ആയിക്കോട്ടെ, SSCയുടെ ആയിക്കോട്ടെ, റെയിൽവേയുടെ ആയിക്കോട്ടെ, മൾട്ടിപ്പിൾ എക്സാംസ് ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇതാണ് പറ്റിയ അവസരം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ മെഗാ പാക്കിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. മെഗാ പാക്കിലേക്ക് ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഏത് എക്സാമിന് വേണോ ഒറ്റ പാക്കിലൂടെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഡബിൾ വാലിഡിറ്റിയും അതുപോലെ ഗിഫ്റ്റും, സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ. എല്ലാത്തിനും സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട്, സർപ്രൈസ് ഗിഫ്റ്റ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ബിഗ്ഗസ്റ്റ് പ്രൈസ് ഡ്രോപ്പ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ Y907 എന്നുള്ള കൂപ്പൺ കോഡ് നിങ്ങൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്ത് ജോയിൻ ചെയ്യുക. ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ ഈ പറഞ്ഞ പോലെ മെഗാ പാക്ക്. അത് PSCയുടെ ആയിക്കോട്ടെ, SSCയുടെ ആയിക്കോട്ടെ, റെയിൽവേയുടെ ആയിക്കോട്ടെ, ഏത് എക്സാമിനും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോമൺ ആയിട്ട് ഒരേപോലെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. മൾട്ടിപ്പിൾ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യേണ്ട. അത് ഇപ്പോൾ പറയാൻ കാരണം ഡബിൾ വാലിഡിറ്റി ഉണ്ട്. 6 മാസമാണ് നോർമൽ ആ മെഗാ പാക്കിൻ്റെ ഒരു വാലിഡിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് 1 വർഷത്തേക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. ഈ 1 വർഷത്തിനുള്ള ഏതെങ്കിലും ഒരു എക്സാമിന് നമുക്ക് ഉറപ്പായിട്ടും ജോയിൻ ചെയ്യാൻ പറ്റും കേട്ടോ. എക്സാമല്ല, ഒരു ജോലിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. കാരണം എല്ലാ മൾട്ടിപ്പിൾ എക്സാംസ് നമ്മൾ എഴുതുന്ന മൾട്ടിപ്പിൾ എക്സാം
എക്സാംസിനുള്ള കോച്ചിങ് ക്ലാസ്സസ് അതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ. അതിന് ലൈവ് ക്ലാസ്സസ് ഉണ്ട്, റെക്കോർഡ് സെഷൻസ് ഉണ്ട്, ടെസ്റ്റ് സീരീസ് ഉണ്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു അവസരം നിങ്ങൾ എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെ അതിലേക്ക് ജോയിൻ ചെയ്യുന്നുള്ളത്. നമ്മുടെ ADA 247 വെബ്സൈറ്റിലോ ആപ്പോ യൂസ് ചെയ്ത് നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാം. അതിൽ ഓൾ കോഴ്സസ്, സ്റ്റേറ്റ് എക്സാംസ്, കേരള സ്റ്റേറ്റ് എടുക്കുക. അതിനകത്ത് കേരള മഹാപാക്ക് എന്നുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. മഹാപാക്കിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഡബിൾ വാലിഡിറ്റി ഉണ്ട്. അപ്പോൾ 4469 രൂപ നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഓൾറെഡി അതിൽ ജോയിൻഡ് ആയതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. ADA 247 എടുക്കുക. അതിൽ ഓൾ കോഴ്സസ് എന്നുള്ള സെക്ഷൻ, സ്റ്റേറ്റ് എക്സാംസ്, കേരള മഹാപാക്ക് സെലക്ട് ചെയ്യുമ്പോഴത്തേനും 3798 ഇപ്പോൾ നിലവിൽ കാണിക്കുന്നത്. അപ്പോൾ Y907 എന്നുള്ള കൂപ്പൺ കോഡ്, അതായത് കൂപ്പൺ കോഡ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എത്രയായിരിക്കും, 3709 രൂപയ്ക്ക് 4469 കോഴ്സ് ഒരു വർഷത്തേക്ക് ആക്സസ് കിട്ടും കേട്ടോ. 3700 രൂപ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, സ്പെൻഡ് ചെയ്താൽ മതി. അപ്പോൾ ഇതൊരു അവസരമാണ്. ഈ അവസരം പ്രോപ്പറായിട്ട് വിനിയോഗിക്കുക, നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. ഇനി വരുന്ന 2025 തന്നെ ഒരു സർക്കാർ ജോലിയിലേക്ക് കയറുക എന്നുള്ള ലക്ഷ്യമാണ് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്. പഠിക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ കോഴ്സ് എല്ലാം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനാണ്, എല്ലാ കാര്യങ്ങളും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനാണ്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏത് നോട്ടിഫിക്കേഷൻ ആയിക്കോട്ടെ, ഏത് എക്സാം ആയിക്കോട്ടെ, എത്ര വേക്കൻസി ആയിക്കോട്ടെ, നമ്മൾ എത്രത്തോളം പഠിക്കുന്നോ അതാണ് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. നമ്മുടെ മുന്നിലേക്കുള്ള ആൾക്കാരെ എല്ലാം നമ്മൾ പിന്നിലേക്ക് ആക്കി നമ്മൾ ഏറ്റവും ടോപ്പിൽ വരണം. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം കേട്ടോ. കാരണം അങ്ങനെ പഠിച്ചാൽ മാത്രമേ നമുക്ക് മുന്നിലേക്ക് പോകാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കാനുള്ള കാര്യങ്ങളാണ്. ആ മുന്നിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കോഴ്സ് മാത്രം വാങ്ങിച്ചു വെച്ച് നമ്മൾ നോക്കിയിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങളോട് ശ്രദ്ധിക്കുക. വീണ്ടും ഒരു സെഷനായിട്ട് നമുക്ക് കാണാം. താങ്ക് യു ഓൾ.